പലർക്കുള്ള സംശയമാണ് ഈ 200-800 എടുക്കുന്നതിന് പകരമായിട്ട് 100-500 ടെലികൺവേർട്ടർ ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളത്. അതുപോലെ പലരും ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ 200-800 വെച്ചിട്ട് 100-500 റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. എന്നാൽ ഞങ്ങൾ 100-500ൻ്റെ വലിയൊരു ലിമിറ്റേഷനാണ് അതിൻ്റെ. എല്ലാവർക്കും നമസ്കാരം. VHS സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാനൻ്റെ 100-500 ലെൻസും 200-800 ലെൻസും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ 200-800നെ പറ്റി ഒരു റിവ്യൂ ചെയ്ത അവസരത്തിൽ പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ 200-800ഉം കാനൻ്റെ 100-500ഉം തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാനായിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ രണ്ട് ലെൻസുകളുടെയും ഇൻഡിവിജ്വൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് കാണണമെന്നുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. ഈ ലെൻസുകളുടെ പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫോക്കൽ റേഞ്ച് വരുന്നത് 100 mm മുതൽ 500 mm വരെയും, അതുപോലെ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് 200 mm മുതൽ 800 mm വരെയാണ്. ഈ ലെൻസ് 100-500 നമ്മൾ വേരി ചെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ അപ്പാർച്ചർ വേരി ചെയ്യുന്നത് f4.5 മുതൽ f7.1 വരെയാണ്. അതേസമയം 200-800 ലെൻസിലാണെങ്കിൽ നമ്മുടെ അപ്പാർച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് 6.3 മുതൽ 800-ൽ f9 വരെയാണ്. ഇതിൻ്റെ വൈഡസ്റ്റ് അപ്പാർച്ചറാണ് ഈ രണ്ട് ലെൻസുകളുടെയും. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്തിലുള്ള വൈഡസ്റ്റ് അപ്പാർച്ചറാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് നാരോവറായിട്ട് പോവുക മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ രണ്ട് ലെൻസുകളുടെയും കമ്പാരിസണിലേക്ക് വരുമ്പോൾ സൈസാണ് ഏറ്റവും പ്രകടമായ മാറ്റമായിട്ട് നമുക്ക് കാണാവുന്നത്. ഈ 100-500 ലെൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 93.8 mm ഇതിൻ്റെ ലെങ്ത് വരുന്നത് 207.6 mm ആണ്. അതേസമയം 200-800ൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഡയമീറ്റർ വരുന്നത് 102.3 mm അതുപോലെ ലെങ്ത് വരുന്നത് 314.1 mm ആണ്. നമ്മൾ ഈ പേപ്പറിൽ കാണുന്ന നമ്പറിനപ്പുറം ഈ രണ്ട് ലെൻസിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് സൈഡ് ബൈ സൈഡായിട്ട് വെച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ശരിക്കുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഓൾമോസ്റ്റ് ഈ ലെൻസിൻ്റെ ഡബിളോളം വരുന്നുണ്ട്. അതുപോലെ ഇത് പ്രാക്ടിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇത് വളരെ ലൈറ്റ് ആൻഡ് ഹാൻഡി ഒരു ലെൻസാണ്. അതേസമയം 100-500 കമ്പയർ ചെയ്യുമ്പോൾ 200-800 അത്യാവശ്യം സൈസ് ഉണ്ട്. പ്രൈമിനോടൊപ്പം ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന അവസരത്തിൽ ഇത് നമുക്ക് മറ്റ് ക്യാമറയോടൊപ്പം തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു വലിയ ബാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതേസമയം ഇതിനാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്കൊരു സെക്കൻഡ് ബാഗിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ഈ രണ്ട് ലെൻസിൻ്റെ ഫിൽറ്റർ സൈസിലേക്ക് വരുമ്പോൾ നമുക്ക് 200-800ൽ നമുക്ക് 95 mm ഫിൽറ്ററാണ് വരുന്നത്. അതേസമയം നമുക്ക് 100-500ലാണെങ്കിൽ നമുക്ക് 77 mm ഫിൽറ്ററാണ് ഇതിൽ വരുന്നത്. ഫിൽറ്ററിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ 100-500ൽ ഉപയോഗിക്കുന്ന ഫിൽറ്ററിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവായിരിക്കും. അതുപോലെ ഫിൽറ്ററിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് 100-500ൽ വരുന്ന ഒരു ബെനിഫിറ്റാണ് ഇതിൻ്റെ ലെൻസ് ഹുഡിലുള്ള ഈ ഒരു ഓപ്പണിങ്. നമ്മളൊരു പോളറൈസിങ് ഫിൽറ്ററോ അല്ലെങ്കിൽ ഒരു വേരിയബിൾ എൻഡി, ഇപ്പം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ വേരിയബിൾ എൻഡിയോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹുഡ് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഓപ്പണിങ് വഴി ആ ഫിൽറ്റർ വേരി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ 100-500ലുണ്ട്. എന്നാൽ 200-800ൽ അങ്ങനെ ഒരു ഓപ്പണിങ് ഹുഡിൽ വരുന്നില്ല. ലെൻസിൻ്റെ ഡയമെൻഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിങ്ങിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലെൻസിൻ്റെ വെയിറ്റ്. 100-500ൻ്റെ വെയിറ്റ് വരുന്നത് 1530 ഗ്രാമാണ്. എന്നാൽ 200-800ൻ്റെ വെയിറ്റ് വരുന്നത് 2050 ഗ്രാമാണ്. ഇതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1530 ഗ്രാമിൽ നമുക്കൊരു 160 ഗ്രാം ഈ ലെൻസ് കോൾഡർ റിമൂവ് ചെയ്യുക വഴി നമുക്ക് ഇതിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ലെൻസ് കോൾഡർ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 160 ഗ്രാമോടെ നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഈ ലെൻസ് കോൾഡർ ഇട്ടാൽ പോലും നമുക്കൊരു ഫുൾ ഡേ ഒക്കെ നമുക്ക് ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്യാവുന്ന ഒരു ലെൻസാണ് 100-500. അത്രയ്ക്ക് ലൈറ്റും കംഫർട്ടബിളുമാണ് ഈ ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട്. അതേസമയം നമുക്ക് 200-800ൻ്റെ ലെൻസ് കോൾഡർ നമുക്ക് ഒരു തരത്തിലും പാർഷ്യലായിട്ടാണെങ്കിലോ ഫുള്ളായിട്ടാണെങ്കിലോ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഈ രണ്ട് ലെൻസിൻ്റെ കാര്യത്തിലും ആ ലെൻസ് കോൾഡറിൽ ഒരു ആർക്കാസിസ് മൗണ്ട് വരുന്നില്ല. നമുക്ക് ആർക്കാസിസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ പ്ലേറ്റ് ഇതുപോലെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി വെയിറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനും. ഈ 100-500ൽ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അവസരത്തിൽ ഇതൊരു ബാക്ക് ഹെവി ആയിട്ടുള്ള ലെൻസായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കമ്പയർഡ് ടു 200-800. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പാനൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ഈ ഫ്രണ്ട് ഹെവി അല്ലാത്ത ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ 200-800 മോശമാണെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്, പക്ഷേ ഈ 200-800ൽ വരുന്ന പോലെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ല 100-500ൽ വരുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ലെൻസുകളുടെ ഓട്ടോ ഫോക്കസിനെ പറ്റി സംസാരിക്കാം. ഈ 100-500ൽ വരുന്നത് ഡ്യുവൽ നാനോ USM മോട്ടറാണ്. അതേസമയം 200-800ൽ വരുന്നത് സിംഗിൾ നാനോ USM മോട്ടറാണ്. എന്നാൽ ഈ ഡ്യുവൽ സിംഗിൾ എന്നുള്ളതിന് ഉപരിയായിട്ട്
നമ്മുടെ ഫോട്ടോഗ്രാഫി ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ 100 and 500 ആണ് ബെറ്റർ ലെൻസ്. അതേസമയം വീഡിയോയിൽ 2 ലെൻസുകളും ഒപ്പത്തിനൊപ്പം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാനണിൻ്റെ പ്രീമിയം സീരീസിൽ വരുന്ന ഒരു ലെൻസാണ് 100-500. അതുകൊണ്ട് തന്നെ കാനണിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഈ ലെൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും ഒരു 1/3 ഈ ലെൻസിൻ്റെ പ്രൈസിനെക്കാട്ടി കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഒരു ബെറ്റർ ഓട്ടോ ഫോക്കസിങ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി 100-500ൻ്റെ പ്രീമിയം കാറ്റഗറി റിഫ്ലക്റ്റ് ചെയ്യുന്ന വേറൊരു കാറ്റഗറിയാണ് ഈ ലെൻസിൻ്റെ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസൈൻ. ഈ ലെൻസിൽ വരുന്നത് 20 എലമെൻറ്റ്സ് 14 ഗ്രൂപ്പിലായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഒരു സൂപ്പർ യു ഡി എലമെൻറ്റും 6 യു ഡി എലമെൻറ്റ്സും ഉണ്ട്. ഇതിൽ വരുന്ന ഒരു 9 ബ്ലേഡ് അപ്പർച്ചർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോസ് ഫോക്കസിങ് ഡിസ്റ്റൻസ് നമുക്ക് 100 mm 0.9 മീറ്ററും 500 mm നമുക്ക് 1.2 മീറ്ററുമാണ്. അതേസമയം 200-800ലേക്ക് വരുമ്പോൾ ഈ ലെൻസിൽ വരുന്നത് 17 എലമെൻറ്റ്സ് 11 ഗ്രൂപ്പിലായിട്ടാണ് വരുന്നത്. ഇതിൽ സൂപ്പർ യു ഡി എലമെൻറ്റ് വരുന്നില്ല, എന്നാൽ 3 യു ഡി എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഇതിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു 9 ബ്ലേഡ് അപ്പർച്ചർ സിസ്റ്റമാണ്. അതുപോലെ ഇതിൻ്റെ ക്ലോസസ്റ്റ് ഫോക്കസിങ് ഡിസ്റ്റൻസ് 200 mm 0.8 മീറ്ററും 800 mm 3.3 മീറ്ററുമാണ്. ഈ ലെൻസുകളുടെ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് വരുമ്പോൾ 100-500ൽ വരുന്നത് 5 സ്റ്റോപ്പ് ഓഫ് ഇമേജ് സ്റ്റെബിലൈസേഷനും 200-800ൽ വരുന്നത് 5.5 സ്റ്റോപ്പ് ഓഫ് ഇമേജ് സ്റ്റെബിലൈസേഷനുമാണ്. ഫോട്ടോഗ്രാഫി മോഡിൽ നമുക്ക് ബെറ്റർ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയിട്ട് തോന്നിയത് കമ്പാരിറ്റീവ്ലി നമ്പർ വൈസ് ചെറുതാണെങ്കിലും 100-500 ആണ് ബെറ്റർ സ്റ്റേബിൾ ലെൻസായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ ഫീൽ ചെയ്തത്. അതേസമയം വീഡിയോഗ്രാഫിയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് 200-800ൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. ഇതിൻ്റെ അകത്തിൽ ആ ഇമേജ് സ്റ്റെബിലൈസേഷനോടൊപ്പം തന്നെ ഈ ലെൻസിൻ്റെ വെയ്റ്റും ഒരു ഫാക്ടറാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഹെവിയർ ഗിയർ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഹാൻഡ് ഹെൽഡായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ ഈ ലെൻസിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും അതിനൊരു റീസൺ ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട് 100-500നെക്കാട്ടിലും. അതുകൊണ്ട് അതും വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ഫുട്ടേജ് നമുക്ക് നൽകും. അഡിക്വേറ്റ് ആയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് വെതർ സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 2 ലെൻസുകളിലും. ഇനി മറ്റൊരു മേജർ ഡിസൈഡിങ് ഫാക്ടറാണ് ഈ 2 ലെൻസുകളുടെയും പ്രൈസ്. 100-500 എൽ സീരീസ് ലെൻസ് ആയതുകൊണ്ട് തന്നെ 200-800ൻ്റെ പ്രൈസിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 1/3 പ്രൈസ് ഇൻക്രീസ് നമുക്ക് 100-500ൽ വരുന്നുണ്ട്. 200-800 നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എക്സ്റ്റേണൽ സൂമിംഗ് ലെൻസാണ്. ഇനി ഇതിൽ വരുന്ന കൺട്രോൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാൽ ഇതിൽ നമുക്കൊരു സൂമിംഗ് റിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂമിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റിങ് വരുന്നുണ്ട്. നമുക്കിത് സ്മൂത്തോ ടൈറ്റോ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 2 ഫംഗ്ഷൻ ബട്ടൺസ് ഈ ലെൻസിൽ വരുന്നുണ്ട്. ഒന്ന് ടോപ്പ് നമ്മൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴും ഹൊറിസോണ്ടലായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാനായിട്ട് 2 ഫംഗ്ഷൻ ബട്ടൺസ് ഉണ്ട്. ഇതിൽ നമുക്ക് ക്യാമറയിൽ നമുക്ക് ഈ ബട്ടണിലേക്ക് അസൈൻ ചെയ്യാവുന്ന ഏത് കസ്റ്റമർ ഫംഗ്ഷനും ഈ ബട്ടണിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ സ്വിച്ചസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ്, അതുപോലെ ഒരു കൺട്രോൾ സെലക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഈ കൺട്രോൾ സെലക്ഷൻ ബട്ടൺ എന്ന് വെച്ചാൽ നമുക്ക് ഈ റിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്തായിട്ട് അസൈൻ ചെയ്യണം എന്നുള്ളതിനെ തീരുമാനിക്കുന്നതാണ് ഈ നടുവിലുള്ള ഈ കൺട്രോൾ എന്നുള്ള പൊസിഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഓൺ ഓഫ് ബട്ടണും ഈ ലെൻസിൽ വരുന്നുണ്ട്. എന്നാൽ ഈ ലെൻസിൽ ഒരു സ്റ്റെബിലൈസേഷൻ മോഡ് സെലക്ഷൻ ബട്ടണോ അതുപോലെ ഒരു ഫോക്കസ് ലിമിറ്റർ ബട്ടണോ വരുന്നില്ല. അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് റിംഗ് ആണ്. അതായത് ഇതിൽ ഒരു കൺട്രോൾ റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാനുവൽ ഫോക്കസ് ഓവർ റൈഡ് റിംഗ് ആയിട്ടോ ഈ റിംഗ് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഈ റിങ്ങിൽ എന്ത് ഫംഗ്ഷൻ അസൈൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് ക്യാമറ മെനുവിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൺട്രോൾ ഓപ്ഷനിലാണ് ഈ സെലക്ഷൻ സ്വിച്ച് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ അസൈൻ ചെയ്ത ഫംഗ്ഷൻ ഈ റിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇത് മാനുവൽ ഫോക്കസ് ഓവർ റൈഡ് ആവും. അതല്ല നമുക്ക് പക്ക മാനുവൽ ഫോക്കസിലേക്ക് മാറ്റണമെങ്കിൽ ഈ മാനുവൽ ഫോക്കസിലേക്ക് ഇട്ടതിന് ശേഷം ഈ റിങ് വെച്ചിട്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 100-500ഉം 200-800നെ പോലെ ഒരു എക്സ്റ്റേണൽ സൂമിംഗ് ലെൻസാണ്. ആദ്യമായിട്ട് നമുക്ക് വരുന്നത് ഒരു സൂം റിംഗ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 200-800ൽ കണ്ട പോലെ തന്നെ ആ സൂമിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റിംഗ് ഇവിടെ വരുന്നുണ്ട്. എന്നാൽ സെലക്ഷൻ ബട്ടണിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു ഫോക്കസ് ലിമിറ്റർ വന്നിട്ടുണ്ട്. അതിൽ ഫുൾ റേഞ്ച് അതുപോലെ തന്നെ 3 മീറ്റർ ടു ഇൻഫിനിറ്റി ഓപ്ഷൻ ഈ സെലക്ടർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് സെലക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു കൺട്രോൾ ബട്ടൺ വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു ഡെഡിക്കേറ്റഡ് കൺട്രോൾ റിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു കൺട്രോൾ ബട്ടൺ ഇവിടെ വരാത്തത്. സ്റ്റെബിലൈസേഷൻ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ്റെ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ബട്ടണും വരുന്നുണ്ട്. അതിൽ നമുക്ക് 3 മോഡുകൾ സ്റ്റെബിലൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ പുറകിലായിട്ട് വരുന്നത് നമുക്ക് മാനുവൽ ഫോക്കസിങ് റിംഗ് വരുന്നുണ്ട്. ഇനിയും ഏറ്റവും അകത്തായിട്ട് നമുക്ക് കൺട്രോൾ റിംഗ് വരുന്നുണ്ട്. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിങ്ങിൽ എന്ത് ഫംഗ്ഷൻ വേണമെന്നുള്ളത് നമുക്ക് ക്യാമറയിൽ നിന്ന് അസൈൻ ചെയ്തിട്ട് നമുക്ക് ഈ റിംഗ് അതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈ 2 ലെൻസുകളുടെയും ടെലികൺവേർട്ടേഴ്സുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി ആണ്.
ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1.4x ടെലികൺവേർട്ടർ മാത്രമേ ഉള്ളൂ, 2x ടെലികൺവേർട്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. 100-500ൻ്റെ വലിയൊരു ലിമിറ്റേഷനാണ് അതിൻ്റെ ടെലികൺവേർട്ടറുമായിട്ടുള്ള കോമ്പാറ്റിബിലിറ്റി. നമ്മൾ ടെലികൺവേർട്ടർ യൂസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് 100-500നെ 300ന് കീഴേക്ക് നമുക്ക് ചുരുക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ സൂമിങ് റേഞ്ച് 500 to 300 വന്ന് നമുക്ക് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. ഇത് ഫിസിക്കലി ഈ ലെൻസിൻ്റെ ഡിസൈൻ കാരണം ഇതിനകത്ത് ഇത് വന്ന് ടച്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലും വൈഡറായിട്ട് സൂം ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇനിയും ഇങ്ങനെ വന്ന് 300 വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഫങ്ഷണൽ റെസ്ട്രിക്ഷനെക്കാട്ടിലുപരി നമുക്ക് ഒരു കൺസേൺ ആണ്. ഇതിൻ്റെ ഫിസിക്കൽ റിജിഡിറ്റിയെ പറ്റിയുള്ളൊരു കൺസേൺ ആണ്. ഇത് നമ്മളൊരു സ്പോട്ടിലേക്ക് കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പ്രയാസമാണ്. ഇത് നമുക്ക് അത്ര സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ നമ്മളിപ്പോൾ ഒരു സഫാരിക്ക് പോകുമ്പോൾ സഫാരി വെഹിക്കിളിലാണെങ്കിലും നമ്മൾ റഫായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും. ആ സമയത്തുള്ളൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് ചുരുങ്ങി വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ 1-2 സഫാരിയിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഒരു കൺവീനിയൻറ്റ് ഒരു ഓപ്ഷനായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. ഈ 1.4x ടെലികൺവേർട്ടർ യൂസ് ചെയ്യുന്ന അവസരത്തിൽ 100-500ൻ്റെ റേഞ്ച് വരുന്നത് 420 at f8 ആണ്. 420 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 300 കൂടുതൽ നമുക്ക് വൈഡറാക്കാൻ പറ്റാത്തതുകൊണ്ട് 300ലാണ് ഫിസിക്കലി നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ടെലിയോട് വരുമ്പോഴത്തേനും നമുക്ക് 420 mm f8 ആണ് വരുന്നത്. ഫുള്ളി എക്സ്റ്റൻഡഡ് റേഞ്ചിൽ നമുക്ക് 700 at f10 ആണ് വരുന്നത്. 200-800ലേക്ക് വരുമ്പോൾ നമുക്ക് ടെലികൺവേർട്ടർ ആഡ് ചെയ്യുന്ന വെച്ചിട്ട് 100-500ലെ പോലെ ഒരു ഫിസിക്കൽ ലിമിറ്റേഷനൊന്നും ഈ ലെൻസിൻ്റെ കാര്യത്തിലില്ല. നമുക്കിത് ഫുള്ളായിട്ട് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് ഫിസിക്കലി ടച്ച് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു കാര്യത്തിൽ ഇതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് വേണം പറയാൻ. ഈ 1.4 ടെലികൺവേർട്ടർ ആഡ് ചെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ സൂം റേഞ്ച് വരുന്നത് 280 mm f9ലും 1120 mm f13ലുമാണ്. 2x ടെലികൺവേർട്ടർ ആഡ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഇതിൻ്റെ സൂം റേഞ്ച് വരുന്നത് 400 mm f13ലും 1600 mm f18ലുമാണ്. ഈ ഒരു ആസ്പെക്റ്റിൽ 200-800 ആണ് ഇവിടുത്തെ ക്ലിയർ വിന്നർ. മൊത്തം ഗിയറിൻ്റെ ഫിസിക്കൽ ഇൻറ്റഗ്രിറ്റിയെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ഫുൾ റേഞ്ചും കൂടുതൽ റീച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ 200-800 എടുക്കുന്നതിന് പകരമായിട്ട് 100-500 ടെലികൺവേർട്ടർ ഇട്ട് ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളത്. 2 കൺസേൺസ് ആണുള്ളത്. മെയിനായിട്ടും നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ടെലികൺവേർട്ടർ യൂസ് ചെയ്താലും 1.4x ടെലികൺവേർട്ടർ യൂസ് ചെയ്താലും നമുക്ക് ഫുൾ എക്സ്റ്റൻഷനിൽ നമുക്ക് കിട്ടുന്നത് 700 mm f10ലാണ് കിട്ടുന്നത്. അതേസമയം 200-800ലാണെങ്കിൽ നമുക്ക് 800 f9ൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് 200-800ന് ഉപരിയായിട്ട് 100-500 വിത്ത് ടെലികൺവേർട്ടർ യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ 200-800 ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് അത്രയും റീച്ച് വേണ്ട അവസരത്തിൽ ബെറ്റർ ഓപ്ഷൻ. ഇനി നമുക്ക് 200-800നെക്കാട്ടിലും ഉപരിയായിട്ട് 100-500 എന്തുകൊണ്ട് ചൂസ് ചെയ്യാം എന്നുള്ള ചില കാരണങ്ങളിലേക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ഇതിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്. ഇത് വളരെ ചെറിയ ലെൻസാണ് കമ്പയർഡ് ടു 200-800. രണ്ടാമത്തെ വരുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. ഇതിന് 1530 ഗ്രാമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഈ ലെൻസിൻ്റെ കോൾഡർ റിമൂവ് ചെയ്താൽ നമുക്കൊരു 160 ഗ്രാം കൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫുൾ ഡേ ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഹാൻഡ് ഹെൽഡായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വളരെ തവണ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു എൽ സീരീസ് ലെൻസ് ആയതുകൊണ്ട് തന്നെ പ്രീമിയം ആയിട്ടുള്ള ബിൽറ്റ് ക്വാളിറ്റിയും ഫിനിഷും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് 100-500ൻ്റെ കാര്യത്തിൽ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒപ്റ്റിക്സും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടിങ്ങും ലെൻസ് എലമെൻറ്റും എല്ലാം അവരുടെ പ്രീമിയം സീരീസ് വരുന്ന ടൈപ്പ് എലമെൻറ്റ്സ് ആണ്. അതും ഒരു അഡീഷണൽ ബെനിഫിറ്റാണ് 100-500ൻ്റെ കാര്യത്തിൽ. ഇനി ഒപ്റ്റിക്കൽ ഇമേജ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ 100-500 ആണ് 200-800നെക്കാട്ടിലും കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ലെൻസ്. അതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൽ സീരീസ് ലെൻസ് ആയതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. ഇത് കുറച്ചുകൂടെ 200-800നെക്കാട്ടിലും ഷാർപ്പർ ലെൻസാണ്. ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും 100-500 200-800നെക്കാട്ടിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ വരുന്ന ഡ്യുവൽ നാനോ USM മോട്ടറാണ്. അതുപോലെ ഫോട്ടോഗ്രാഫിയിലെ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് വരുമ്പോഴും 100-500 ആണ് 200-800നെക്കാട്ടിലും ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇവൻ ദോ അതിൻ്റെ റേറ്റിംഗ് 5.5 സ്റ്റോപ്പിന് പരമായിട്ട് ഇതിൽ 5 സ്റ്റോപ്പേ ഉള്ളെന്ന് പറഞ്ഞാൽ പോലും ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് 100-500 ആണ് കുറച്ചുകൂടെ ബെറ്റർ സ്റ്റെബിലൈസ്ഡ് ലെൻസായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അടുത്തൊരു റീസൺ ഈ ലെൻസിൽ ഫോക്കസ് ലിമിറ്റർ വരുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമ്മളങ്ങനെ ഈ ഫോക്കസിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ലിമിറ്റർ ഉള്ളത് ചില സിറ്റുവേഷനിൽ നമുക്ക് ഉപകാരപ്രദമാണ്. അടുത്തത് ഈ ലെൻസിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ മോഡ് സെലക്ടറാണ്. ഇതിൽ 3 മോഡ്സ് ഉണ്ട്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ 3 മോഡ് അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വേറൊരു ഫാക്ടർ, ഈ ലെൻസ് മെയ്ഡ് ഇൻ ജപ്പാനാണ്. നമുക്ക് 100-500നെക്കാട്ടിലുപരിയായി 200-800 ചൂസ് ചെയ്യാനും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വരുന്നത് ഇതിൻ്റെ സൂം റേഞ്ചാണ്.
നമുക്ക് 100-500 അതിൻ്റെ സൂം റേഞ്ച് നമുക്ക് 500 mm ലിമിറ്റഡ് ആകുമ്പോൾ ഈ ലെൻസ് നമുക്ക് 800 വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. പ്രൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 200-800 100-500 ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസാണ്. വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 100-500 കുറച്ചുകൂടെ ബെറ്റർ സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് നമുക്ക് ലഭിച്ചത് ഈ 200-800 നിന്നാണ്. സ്റ്റെബിലൈസേഷൻ സിസ്റ്റത്തോടൊപ്പം തന്നെ ഈ ലെൻസിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും വെയിറ്റും കൂടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ഇനി മറ്റൊരു റീസൺ ഈ ലെൻസിൽ വരുന്ന ഫംഗ്ഷൻ ബട്ടൺസ് ആണ്. നമുക്ക് കസ്റ്റം ബട്ടണിൽ അസൈൻ ചെയ്യാവുന്ന ഫംഗ്ഷൻസ് നമുക്ക് ഈ ബട്ടണിൽ 2 ബട്ടണിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ ബട്ടൺ നമുക്ക് 100-500 വരുന്നില്ല. അതുപോലെ എടുത്ത് പറയേണ്ട വേറെ പ്ലസ് പോയിന്റ് ആണ് 200-800 ലെൻസിൻ്റെ ടെലി കൺവേർട്ടറുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി. ഈ ലെൻസ് ടെലി കൺവേർട്ടറുമായിട്ട് ഫുള്ളി കോമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഷനും കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ഫുൾ സൂം റേഞ്ചും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ടെലി കൺവേർട്ടർ യൂസ് ചെയ്യുന്ന അവസരത്തിൽ. അതേസമയം 100-500 ആണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട് ടെലി കൺവേർട്ടർ യൂസ് ചെയ്യുമ്പോൾ. ഈ 2 ലെൻസുകളുടെയും കമ്പാരിസണിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈസും റീച്ചുമാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ നിങ്ങൾ 200-800 ചൂസ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് പ്രൈസ് ഒരു വിഷയമല്ല, അതേസമയം നിങ്ങൾക്ക് ഇമേജ് ക്വാളിറ്റിയും ഓട്ടോ ഫോക്കസിങ് പെർഫോമൻസും ആണ് നിങ്ങൾക്ക് കൺസേൺ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ 100-500 ചൂസ് ചെയ്യുക. എന്നാൽ 200-800 100-500 കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്നത്. അതേസമയം മറ്റ് മേക്കേഴ്സിൻ്റെ ഇതേ റേഞ്ചിലുള്ള ലെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് ഓൺ പാറായിട്ടോ ഈവൻ അതിൽ ബെറ്റർ ആയിട്ടോ 200-800 വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രീമിയം ലെൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനോട് ചില കാര്യങ്ങളിൽ 200-800 അല്പം പിന്നിൽ പോകുന്നത്. അതുപോലെ പലരും ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ 200-800 വെച്ചിട്ട് 100-500 റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. എന്നാൽ ഞങ്ങളുടെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരുപക്ഷെ 500 അപ്പുറത്തേക്കുള്ള റീച്ചിന് വേണ്ടിയിട്ട് 200-800 ആഡ് ചെയ്തേക്കാം. പക്ഷേ എന്നാൽ 200-800 ഒരിക്കലും ഞങ്ങളുടെ ബാഗിൽ നിന്ന് 100-500 റീപ്ലേസ് ചെയ്യുന്നതല്ല. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.